Good afternoon all. Welcome back to Divya's Learning Academy. So, ഒരു പക്ഷേ നമ്മളിത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. I am myself, ശ്രീറാം സർജു. അപ്പോൾ നമ്മളിന്ന് മാത്സിൻ്റെ ലീനിയർ ഇൻഇക്വാലിറ്റീസിൻ്റെ യൂണിറ്റ് 2 ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് സമയം നിങ്ങളെ വൈകിപ്പിക്കുന്നില്ല. നമുക്ക് പോർഷൻസ് ഒരുപാട് തീർക്കാനുള്ളത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് തന്നെയാണ് പോകുന്നത് മക്കളെ. നോക്കിയടാ, ലീനിയർ ഇൻഇക്വാലിറ്റീസ്. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഒരു ഇക്വേഷൻ? നിങ്ങൾക്ക് എന്താണ് ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഇക്വേഷനെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുക? എന്താണ് ഒരു ഇക്വേഷൻ? നോക്കാടാ, ഒരു ഇക്വേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഞാനിവിടെ എഴുതാം. എഫ് ഇസ് ഈക്വൽ ടു എം എ. നോക്കടാ, എഫ് ഇസ് ഈക്വൽ ടു എം എ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതവും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നതുമായിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും എഫ് ഇസ് ഈക്വൽ ടു എം എ. എന്തുകൊണ്ടാണ് ഇതിനൊരു ഇക്വേഷൻ എന്ന് വിളിക്കാൻ കാര്യം എന്താ? നോക്കടാ, ഒരു ഇക്വേഷൻ എന്ന് വിളിക്കാൻ കാര്യം ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡുണ്ട്, ഇവിടെ ഒരു റൈറ്റ് സൈഡുണ്ട്. ഇവിടെയുള്ള ലെഫ്റ്റ് സൈഡിനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡെന്നും വിളിച്ചു, ഇവിടെയുള്ള റൈറ്റ് സൈഡിനെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡെന്നും വിളിച്ചു. നോക്കിയടാ, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും റൈറ്റ് ഹാൻഡ് സൈഡിനെയും ഒരു ഈക്വൽ ടു കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ആ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ LHS ഉണ്ടാവും, RHS ഉണ്ടാവും, അതിനെ രണ്ടും ഒരു ഈക്വൽ ടു കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാകും. ഇനി നമ്മൾ മാത്സിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്താ കൂടുതലുണ്ടാവുക? നമുക്കിതുപോലെയുള്ള എഫും എമ്മും എയും ഒന്നും ആയിരിക്കില്ല അധികം കൂടുതലുണ്ടാകുന്നത്. നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൻ്റെ കേസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഇക്വേഷൻ ഞാനിവിടെ എഴുതാം. പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 0. വേറൊരു ഇക്വേഷൻ എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് ക്യൂബ് ഈക്വൽ ടു 0. എക്സ് റേസ് ടു 3 പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 4. നോക്കടാ, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് മാത്സിൽ ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇതാ നോക്ക്, ഇവിടെ LHS സൈഡും ഉണ്ട്, ഇവിടെ RHS സൈഡും ഉണ്ട്. ഇതിനെ നമ്മളൊരു ഇസ് ഈക്വൽ ടു കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് LHS സൈഡിനെയും RHS സൈഡിനെയും തമ്മിൽ ഒരു ഈക്വൽ ടു കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പം നമുക്ക് പറയാം ഇതൊരു ഇക്വേഷനാണ്. അതുപോലെ തന്നെ എഫ് ഇസ് ഈക്വൽ ടു എം എയും ഒരു ഇക്വേഷനാണ്. സോ ഒരു ഇക്വേഷനെയും ഒരു ലീനിയർ ഇക്വേഷനെയും എങ്ങനെ നമുക്ക് പരസ്പരം തിരിച്ചറിയാം? എന്തായിരിക്കാം ഒരു ലീനിയർ ഇക്വേഷനെയും വേർതിരിക്കുന്നത്? ഇതൊരു ഇക്വേഷനാണ്, ഇതൊരു ഇക്വേഷനാണ്, ഇതൊരു ഇക്വേഷനാണ്. സോ നമുക്കങ്ങനെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഈ ടേംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. നോക്കാടാ, അതായത് ഒരു ലീനിയർ ഇക്വേഷനിൽ നമുക്കെപ്പോഴും ആദ്യത്തെ റൂളെന്ന് പറഞ്ഞാൽ ആ ലീനിയർ ഇക്വേഷനെ കീറി മുറിച്ച് പഠിക്കുക എന്നതാണ്. നോക്കടാ, ഒരു ലീനിയർ ഇക്വേഷനിൽ എപ്പോഴും വേരിയബിൾസ് എന്ന് പറഞ്ഞൊരു ടേംസ് കാണും. അവരാരൊക്കെയാ വേരിയബിൾസ്? ആരൊക്കെ വരാം? സാധാരണയായ ഒരു ലീനിയർ ഇക്വേഷനിൽ കാണുന്ന വേരിയബിൾസ് എക്സ്, വൈ, ഇസഡ് എന്നീ 3 വേരിയബിളാണ് ഒരു ലീനിയർ ഇക്വേഷനിൽ കാണുന്നത്. സോ ദേ ആർ കോൾഡ് വേരിയബിൾസ്. എന്തുകൊണ്ടായിരിക്കും ഒരു വേരിയബിൾസ് എന്ന് വിളിക്കാൻ കാര്യം എന്തുകൊണ്ടായിരിക്കും? അതായത് നമ്മൾ എക്സിനൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സിന് ഇപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ഇല്ല. ഇപ്പം നിങ്ങൾ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 ആകും. എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 2 ആകും. എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 3 ആകും. അതുപോലെ തന്നെ വൈ, അതുപോലെ തന്നെ ഇസഡ്. നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ് എക്സിൻ്റെ വാല്യൂ. അഥവാ എക്സിനോ വൈക്കോ ഇസഡിനോ കോൺസ്റ്റൻ്റ് ആയൊരു വാല്യൂ ഇല്ല, അതിൻ്റെ വാല്യൂ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് വേരിയബിൾസ്. ഒരു ലീനിയർ ഇക്വേഷനിൽ എന്തൊക്കെ കാണും? വേരിയബിൾസ് കാണും. ആ വേരിയബിൾസിന് എന്തുണ്ടാകും? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ഉണ്ടാവില്ല. അവർ നമ്മൾ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ച് അവരുടെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കും. നോക്കിയാടാ, ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ ഇവിടെ ആരൊക്കെയാണ് വേരിയബിൾസ്? എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, വൈ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. എക്സിൻ്റെ വൈയുടെ പ്രത്യേകത എന്താ? അവർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ഇല്ല, അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവർ വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്.
നോക്കാം, അടുത്തൊരാൾക്കാരെ നോക്കാം. ഇപ്പം ഇവർ എക്സും വൈയും വേരി എന്ന് പറയുന്നില്ലേ, ബട്ട് ഒരു ലീനിയർ ഇക്വേഷനിൽ ഒരിക്കലും വേരി ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റൻസ്. അതായത് ഇവിടെ സി എന്ന് പറഞ്ഞ ടേമാണ് കോൺസ്റ്റൻറ്റ്. ആ സിയുടെ സ്ഥാനത്ത് നമുക്ക് 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. നമ്പേഴ്സ് തന്നെ വന്നോന്നില്ല. ഇപ്പം പൈ വരാം, അത് പൈ ഇസഡ് വരാം. നമ്പേഴ്സ് തന്നെ വന്നോന്നില്ല. ബട്ട് അവരെന്താ, ഈ വേരിയബിൾസും കോൺസ്റ്റൻറ്റും തമ്മിലുള്ള വ്യത്യാസം, വേരിയബിൾസ് വേരി ചെയ്യുന്നു, കോൺസ്റ്റൻറ്റ് വേരി ചെയ്യുന്നില്ല. ദാറ്റ്സ് എ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻറ്റ്സ്. നോക്കടാ, ഇനി വേരിയബിൾസിൻ്റെ മുമ്പിലായി വേറൊരാളെ നമുക്ക് കാണാൻ പറ്റും. അതാരായിരിക്കും? അവരെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യൻസ്. എന്തുകൊണ്ടായിരിക്കും അവരെ കോഎഫിഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്? വേരിയബിളിൻ്റെ മുമ്പിൽ കാണപ്പെടുന്നതും വേരിയബിളുമായി മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന ടേംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യൻസ്. ഇനി നമുക്ക് ഒരു നോക്കുകയാണെങ്കിൽ ഇവിടെ എ എന്ന് പറഞ്ഞ ടേമിനെ കണ്ടോ, ഇവൻ ആരുടെ മുമ്പിലാണ് കിടക്കുന്നത്? എക്സിൻ്റെ മുമ്പിലാണ്. നമുക്ക് അവനെ എന്ത് വിളിക്കാം? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. ഈ വൈ എന്ന് പറഞ്ഞ ടേം കണ്ടോടാ, വൈയുടെ മുമ്പിൽ കിടക്കുന്ന ആരാ? ബി. അവനെ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വൈ എന്ന് വിളിക്കാം. ഈ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞ ടേം എങ്ങനെയാണ് കിടക്കുന്നത്? എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നത്. അതായത് ഇപ്പോൾ എ എക്സ് നോക്കുകയാണെങ്കിൽ എ ഇൻറ്റു എക്സ് ആണ്. എയുടെ വാല്യൂ എന്തോ ആവാം, 2 ആവാം, 3 ആവാം, 4 ആകാം, 5 ആവാം, 6 ആവാം, എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ബിയുടെ വാല്യൂ അതുപോലെ തന്നെ 2 ആകാം, 3 ആകാം, 4 ആകാം, എനിത്തിങ് എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ അവരെന്തായിരിക്കും കണ്ടീഷൻ? അവർ വൈയുടെ കോഎഫിഷ്യൻ്റ് ആണെങ്കിൽ വൈയുടെ മുമ്പിൽ കാണും, അത് വൈയുമായി മൾട്ടിപ്ലൈ ഇട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമല്ല അതിൻ്റെ ടേം എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ വൈയുടെ മുമ്പിൽ കിടക്കുന്ന ടേമിനെ വിളിക്കുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വൈ, എക്സിൻ്റെ മുമ്പിൽ കിടക്കുന്ന ടേമിനെ വിളിക്കുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്. ഇത്രയുമാണ് ഒരു ലീനിയർ ഇക്വേഷനിൽ നമ്മളെ ബോഡിയിൽ കാണപ്പെടുന്ന ആൾക്കാർ. ഇത് മാത്രം കണ്ടതുകൊണ്ട് നമുക്കൊരു ഇക്വേഷനെ ലീനിയർ ഇക്വേഷൻ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല മക്കളെ. ഒരു ലീനിയർ ഇക്വേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരേ ഒരു റൂളാണ് നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ടത്. അവരുടെ വേരിയബിൾസിൻ്റെ പവർ, അതായത് പവർ ഓഫ് their variables must be raised to 1. അതായത് ഈ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ആയാലും വൈ എന്ന് പറഞ്ഞ വേരിയബിൾ ആയാലും ഇസഡ് എന്ന് പറഞ്ഞ വേരിയബിൾ ആയാലും അവർക്ക് റേസ് ടു 1 വരാൻ പാടുള്ളൂ. ഒരു ലീനിയർ ഇക്വേഷൻ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, അവരെന്താ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം അവരുടെ വേരിയബിൾസ് ചെക്ക് ചെയ്യണം. വേരിയബിൾസിൻ്റെ മേളിലുള്ള പവേഴ്സ് ചെക്ക് ചെയ്യണം. പവേഴ്സിൻ്റെ മാക്സിമം പവർ വരാവുന്നത് 1 മാത്രമായിരിക്കണം. അതിന് മേളിലൊരു ടേം വരികയാണെങ്കിൽ അത് ഒരിക്കലും ഒരു ലീനിയർ ഇക്വേഷൻ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷനില്ലേ, അതിൽ ഏതൊക്കെയാണ് ലീനിയർ ഇക്വേഷൻ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? നോക്കാടാ മക്കളെ, നോക്കുതാ, ഈ 3 എണ്ണമാണ് നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ. നമ്മൾ പറഞ്ഞ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. എന്താ കണ്ടീഷൻ? ഇത് വേണ്ട, വേരിയബിൾ മസ്റ്റ് ഹാവ് പവർ റേസ് ടു 1. അതായത് പവർ എന്തായിരിക്കണം? എപ്പോഴും 1 ആയിരിക്കണം. ഇത് ആദ്യത്തെ ഇക്വേഷൻ നോക്കണം. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 0. എക്സ് ആരാ? ഒരു വേരിയബിളാണ്. വൈ ആരാ? ഒരു വേരിയബിളാണ്. ഇസഡ് ആരാ? ഒരു വേരിയബിളാണ്. 0 ആരാ? ഒരു കോൺസ്റ്റൻ്റാണ്. നോക്കിക്കോ, ഇവിടെ എക്സിൻ്റെ പവർ എന്താണ്? എക്സിൻ്റെ മേളിൽ ഒന്നുമില്ല, അതിനർത്ഥം എക്സ് റേസ് ടു 1 എന്നാണ്. അപ്പോൾ അത് ഓക്കെയാണ്. വൈയുടെ മുകളിൽ ഒന്നുമില്ല, അതിനർത്ഥം വൈ റേസ് ടു 1 എന്നാണ്. അതും ഓക്കെയാണ്. ഇസഡിൻ്റെ മുകളിൽ ഒന്നുമില്ല, സോ അതും ഇസഡ് റേസ് ടു 1 ആണ്. സോ നമുക്കിതിനൊരു എന്തെന്ന് പറയാം? ഒരു ലീനിയർ ഇക്വേഷൻ എന്ന് പറയാം. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ പറഞ്ഞ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് വേരിയബിളിൻ്റെ പവർ എന്താണ്? റേസ് ടു 1 ആണ്. സോ നമുക്കിതിനെ എന്ത് വിളിക്കാം? ഇതിനെ നമുക്കൊരു ലീനിയർ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യാം. സോ നെക്സ്റ്റ് അടുത്ത നോക്കാം. അടുത്ത എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് ക്യൂബ്. അപ്പം തന്നെ മനസ്സിലായത് എക്സ് റേസ് ടു 1 അല്ല, അതായത് എക്സിൻ്റെ പവർ 1 അല്ല. വേരിയബിളിന് 2ഉം
അതുപോലെ തന്നെ 3 ഒക്കെയാണ് വരുന്നത്. സോ അതിനെ നമുക്ക് എന്തായി കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അതിനൊരു ലീനിയർ ഇക്വേഷനായി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ നമുക്കത് പറ്റില്ല. ഓക്കെ, നോക്കടാ, അടുത്ത നോക്ക്. ഇത് പറ്റുമോ? ഇവിടെ എന്താ x³ ആണ്, y ആണ്, z ആണ്. x³ വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇത് പറ്റൂല. അപ്പോൾ ഇതൊരു ലീനിയർ ഇക്വേഷൻ അല്ല. സോ നിങ്ങൾക്ക് എന്താണ് ഒരു ഇക്വേഷൻ? ഒരു ലീനിയർ ഇക്വേഷൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അതായത് ഒരു ലീനിയർ ഇക്വേഷനിലുള്ള വേരിയബിൾസ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആരൊക്കെയാണ്, കോഎഫിഷ്യൻ്റ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു ലീനിയർ ഇക്വേഷൻ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഒരു ലീനിയർ ഇക്വേഷൻ്റെ പവർ, അതായത് അതിൻ്റെ ഒരു ലീനിയർ ഇക്വേഷൻ്റെ വേരിയബിളുടെ പവർ എപ്പോഴും 1 ആയിരിക്കണം. ഒരു ലീനിയർ ഇക്വേഷൻ്റെ എക്സോ വൈയോ ഇസഡോ നോക്കുന്ന സമയത്ത് അതിന് റേസ് ടു 1 ഇല്ല എങ്കിൽ 2ഓ 3ഓ 4ഓ ആണ് എങ്കിൽ അതൊരിക്കലും ഒരു ലീനിയർ ഇക്വേഷൻ അല്ല. ഇനി ഒരു ലീനിയർ ഇക്വേഷനിൽ ആരൊക്കെ കാണും? ഒരു ലീനിയർ ഇക്വേഷനിൽ എപ്പോഴും ആരൊക്കെ ഉണ്ടാവും? ഒരു ലീനിയർ ഇക്വേഷനിൽ ഒരു വേരിയബിൾ ഉണ്ടാകാം, വേരിയബിൾസ് ഉണ്ടാവാം, കോൺസ്റ്റൻസ് ഉണ്ടാവാം, കോഎഫിഷ്യൻസ് ഉണ്ടാകാം. വേരിയബിൾസിൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും, വേരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ കോൺസ്റ്റൻ്റ് എപ്പോഴും സ്റ്റേബിളാണ്. കോഎഫിഷ്യൻ്റ് ആരുടെ മുമ്പിൽ കാണും? വേരിയബിൾസിൻ്റെ മുമ്പിൽ കാണുന്നവരെ പറയുന്ന പേരാണ് കോഎഫിഷ്യൻറ്റ്. എക്സിൻ്റെ മുമ്പിലുള്ള കോഎഫിഷ്യൻറ്റിനെ പറയുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്. വൈയുടെ മുമ്പിലുള്ള കോഎഫിഷ്യൻറ്റിനെ പറയുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വൈ. ഇനി എക്സുമായിട്ട് അവർ മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ വൈയുടെ കോഎഫിഷ്യൻ്റ് ആണെങ്കിൽ വൈയുമായും മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും ഇരിക്കുന്നത്. സോ ഇത്രയൊക്കെ അല്ലേടാ. നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? നമ്മളൊരു ലീനിയർ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ഒരു ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു, ഒരു ലീനിയർ ഇക്വേഷൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു, ഒരു ലീനിയർ ഇക്വേഷനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും പഠിച്ചു. അപ്പോൾ ഇത്രയും പക്കയല്ലേ? ഈ പഠിപ്പിച്ചതിലൊന്നും ഡൗട്ടില്ലല്ലോ. അപ്പോൾ നോക്കാടാ, നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ലീനിയർ ഇക്വേഷനെ പറ്റിയല്ല, ലീനിയർ ഇൻഇക്വേഷനെ പറ്റിയാണ്. എങ്ങനെയാണ് ഒരു ലീനിയർ ഇക്വേഷനും ഇനി നമ്മൾ നേരത്തെ ഇപ്പം പഠിച്ച് നിർത്തിയ ഒരു ലീനിയർ ഇക്വേഷനും ലീനിയർ ഇൻഇക്വേഷനെയും തമ്മിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? എങ്ങനെ അവർ തമ്മിൽ എന്താ വ്യത്യാസം? അവർ തമ്മിൽ ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. നമ്മളെന്താ പറഞ്ഞത്? ആ ഇക്വേഷൻ്റെ സമയത്ത് എന്താ LHSനെയും RHSനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടേം ആയിരുന്നു ഈക്വൽ ടു. ആ ഈക്വൽ ടുവിന് പകരം നമ്മളിവിടെ എന്ത് ഉപയോഗിക്കുന്നു? നമ്മളിവിടെ ഈ സിമ്പിൾസ് ഉപയോഗിക്കുന്നു. നോക്കണം. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെയുള്ള ഇന്നിക്വാലിറ്റി സിമ്പലിനെ നമ്മൾ ഈക്വൽ ടു ആയി സ്വിച്ച് ചെയ്യുന്നു. അതായത് ഈക്വൽ ടു ഉള്ള സ്ഥാനത്ത് നമ്മൾ ഇവരെ അങ്ങ് കൊണ്ടിടുന്നു. ഈ ഗ്രേറ്റർ ദാനെയും ലെസ് ദാനെയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിനെയും ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിനെയും ഇവരെ എല്ലാം കൊണ്ടുപോയി നമ്മൾ എവിടെ ഇടുന്നു? നമ്മുടെ നേരത്തെ ഉള്ള ലീനിയർ ഇക്വേഷനിലെ ആ ടേമിൻ്റെ സ്ഥാനത്ത് കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഇവൻ്റെ ഈ ഈക്വൽ ടുവിൻ്റെ സ്ഥലത്ത് നമ്മളൊരു ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വാട്ട് എവർ മേ ബി അതുമായി സ്വിച്ച് ചെയ്ത് കഴിയുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ലീനിയർ ഇക്വേഷൻ ആരായി മാറും? ഒരു ലീനിയർ ഇൻ ഇക്വേഷനായി അവൻ മാറും. അപ്പോൾ മനസ്സിലായില്ലേ? ഒരു ലീനിയർ ഇക്വേഷനും ഒരു ലീനിയർ ഇൻഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സിമ്പിൾസിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഇരിക്കണം. ഇത് ഗ്രേറ്റർ ദാൻ, ഇത് ലെസ് ദാൻ, ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സോ ടേക്ക് നിങ്ങൾ നോട്ട് എടുക്കുക. അപ്പോൾ ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ എഴുതി നോക്കുക, ലെക്ചർ നോട്ട്സ് എഴുതാൻ നോക്കുക. ഈ ലീനിയർ ഇൻഇക്വാലിറ്റീസിൻ്റെ ഇതൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ എഴുതിയെടുക്കുക. സോ നോക്കാം, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇനി നമുക്ക് കുറച്ച് റൂൾസ് വായിച്ച് നോക്കാം. ഓൺ ട്രാൻസ്ഫറിങ് എ പോസിറ്റീവ് ടേം ഫ്രം വൺ സൈഡ് ഓഫ് ആൻ ഇൻഇക്വാലിറ്റി ടു ഇറ്റ്സ് അതർ സൈഡ് ബിക്കം നെഗറ്റീവ്. രണ്ടാമത്തെ റൂൾ വായിച്ചു. ഒരു നെഗറ്റീവ് ടേമിന് ഒരു പോസിറ്റീവ് ടേമിന് ഒരു സൈഡ് ഇൻഇക്വാലിറ്റിയുടെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മാറ്റുമ്പോൾ നെഗറ്റീവ് ആവും. ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ട്രാൻസ്ഫറിങ് എ നെഗറ്റീവ് ടേം ഫ്രം വൺ സൈഡ് ഓഫ് ഇൻഇക്വാലിറ്റി ടു അതർ സൈഡ് സൈൻ ബിക്കം പോസിറ്റീവ്. ഇത് രണ്ടും ഏകദേശം ഒരുപോലെയാണ്. നോക്കാം. ഇൻഇക്വാലിറ്റീസ് മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡ് ബൈ സെയിം പോസിറ്റീവ് നമ്പർ, ദ സൈൻ ഓഫ് ഇൻഇക്വാലിറ്റി റിമെയിൻസ് സെയിം.
ഈ സൈൻ ഇഫ് ദ ടേം ഓഫ് ഇൻഇക്വാലിറ്റി ഈ മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡ് ബൈ സെയിം നെഗറ്റീവ് നമ്പർ സൈൻ ഓഫ് ഇൻഇക്വാലിറ്റി റിവേഴ്സ്. If both sides of an inequalities are positive or both sides are negative, then taking the reciprocal, the sign of inequality reverse. നോക്കണം, നമുക്ക് ആദ്യം ഓരോന്നായിട്ട് നമുക്ക് ഈ റൂൾസ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇതാ ഞാനിവിടെ ഇതിനൊന്ന് ഡിവൈഡ് ചെയ്യുവാണ്. വെയിറ്റ്, ഞാൻ ഈ പേജിനൊന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കണം. ഇവിടെ ഒരു ഇക്വേഷൻ ഞാൻ എഴുതാം. 3x + 4y <0. നോക്കണം, ഇവിടെ ഒരു സൈഡ് ഞാൻ LHS എന്ന് എഴുതി, ഒരു സൈഡ് വെയിറ്റ് എ സെക്കൻഡ്, ഒരു സൈഡ് ഞാൻ LHS എന്ന് എഴുതി, മറ്റേ സൈഡ് ഞാൻ RHS എന്ന് എഴുതി. നോക്കിക്കോണേ. നോക്കടാ, ഒരു പോസിറ്റീവ് ടേമിനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏത് സൈഡാ? ഈ ഇക്വേഷൻ നോക്കടാ. ഈ ഇക്വേഷനിൽ ഈ സൈഡിനെ പറയുന്നതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഈ സൈഡിനെ പറയുന്നതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഒരു പോസിറ്റീവ് ടേമിന് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അത് ആരായി മാറും? നെഗറ്റീവായി മാറും. അതുപോലെ തന്നെ ഒരു നെഗറ്റീവിനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ ആരായി മാറും? അവൻ പോസിറ്റീവായി മാറും. ഇവിടെ ഇതുപോലെ തന്നെ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവ് ടേമിനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി മാറും? നെഗറ്റീവായി മാറും. ഇത്ര ഉള്ളൂടെ മക്കളെ. അതായത് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഒരു ടേമിനെ കൊണ്ടുപോവുകയാണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന സൈഡിലെ സൈൻ നേരെ റിവേഴ്സ് ആവും. ഇവിടെ 3x ആയതുകൊണ്ട് അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ -3x ആയി മാറും. ഒരു പക്ഷേ ഇവിടെ ഒരു -3x ആണ് ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കാം. ഇവൻ ഈ LH സൈഡിൽ നിന്ന് ഞാൻ RH സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ എന്തായി മാറും? +3x ആയി മാറും. അത്ര ഉള്ളൂടാ. എന്താ പറയുക? അതായത് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇവിടുന്ന് 3xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, അഥവാ 4yനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ആദ്യം ഉണ്ടായിരുന്ന സൈൻ എന്താണെന്ന് നോക്കുക. ഇവിടെ ആദ്യം പ്ലസ് ആയിരുന്നുകൊണ്ട് ഇവൻ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എന്തായി മാറും? മൈനസ് ആയി മാറും. ഇവിടെ ആരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്? ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് പ്ലസ് ആയിരുന്നു. സോ ഇവൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവൻ എന്തായി മാറും? മൈനസായി മാറും. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതാണ് ആദ്യത്തെ 2 റൂള് പറയുന്നത്. ആദ്യത്തെ 2 റൂൾ എന്താ പറയുന്നത് നോക്കണം. ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും. ട്രാൻസ്ഫറിങ് എ പോസിറ്റീവ് ടേം ഫ്രം വൺ സൈഡ് ഓഫ് ആൻ ഇൻഇക്വാലിറ്റി ടു അതർ സൈഡ്. ഒരു പോസിറ്റീവ് ടേമിനെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മാറ്റുമ്പോൾ അത് നെഗറ്റീവ് ആകും. ഒരു നെഗറ്റീവ് ടേമിനെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മാറ്റുമ്പോൾ അത് പോസിറ്റീവ് ആകും. സോ നമ്മൾ ആദ്യത്തെ 2 റൂൾ പഠിച്ചേ. ഇനി 3ഉം 4ഉം നോക്കണം. അതായത് ഇതാ ഒരു സിമ്പിൾ ഇക്വേഷൻ ഞാനിവിടെ എഴുതിത്തരാം. 2x + 4y <2. 2-നേക്കാളും ചെറുതാണ്. ഇത് ഈ നോക്കണം, ഈ ഇക്വേഷൻ നോക്കണം, ഈ ലീനിയർ ഇക്വാലിറ്റി നോക്കും. 2x + 4y <2. ഇവിടുത്തെ LHS ഇതാണ്, ഇവിടുത്തെ RHS ഇതാണ്. എക്സും വൈയും ആണ് ഇവിടുത്തെ വേരിയബിൾ. 4 എന്ന് പറഞ്ഞാൽ വൈയുടെ കോഎഫിഷ്യൻ്റ് ആണ്. 2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. 2 കോൺസ്റ്റൻ്റ് ആണ്. നോക്കണം. ഇനി നമ്മൾ ഈ 2 ഇതിനെ മുഴുവനായി ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതെന്ത് പറ്റും? ഈ 2ഉം ഈ 4 വെട്ടി ഇവിടെ 2 വരും, ഇവിടെയും 1 ആവും. അതായത് ഈ 2 പോകും, ഈ 2 പോകും, ഇവിടെ 2 ആകും. അതായത് ഒരേ സൈനുള്ള പോസിറ്റീവ് സൈനുള്ള നമ്പർ കൊണ്ട് ഡിവൈഡോ മൾട്ടിപ്ലൈയോ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സൈനിനൊന്നും വ്യത്യാസം ഉണ്ടാവുന്നില്ല. അവരതുപോലെ തന്നെ നിൽക്കും. അതായത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഇവിടെ ഈ 2 പോകും, ഇവിടെ 2 പോകും, ഇവിടെ 4 വെട്ടി 2 ആകും. അപ്പോൾ എന്താ ഇക്വേഷൻ? x + 2y <2. സൈനിന് ഒരു വ്യത്യാസവും വരുന്നില്ല. സൈൻ അതുപോലെ തന്നെ നിൽക്കും.
ഇനി ഒരു പക്ഷേ ഞാനിവിടെ ഒരു -2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. -2 അപ്പോൾ ഈ 2 യും 2 വെട്ടിപ്പോയി, ഇവിടുത്തെ 2 വെട്ടിപ്പോയി. അപ്പോൾ എന്ത് വരും? ഈ മൈനസിനെ ഞാൻ മുകളിലേക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ മുകളിലേക്ക് എടുക്കേണ്ടി വരികയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ സൈൻ റിവേഴ്സ് ആകും. അതായത് ഇങ്ങോട്ട് തുറന്ന് നിൽക്കുന്ന സൈൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റിവേഴ്സ് ആകും. അതാണ് ആദ്യത്തെ ഇത് പറയുന്നത്. അതിനുശേഷമുള്ള റൂൾ നമ്പർ 2ഉം റൂൾ നമ്പർ 4ഉം പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഇക്വേഷൻ്റെ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ, അതായത് ഇഫ് ബോത്ത് സൈഡ് ഓഫ് ആൻ ഇനിക്വാലിറ്റീസ് ആർ പോസിറ്റീവ് ഓർ ബോത്ത് സൈഡ് ആർ നെഗറ്റീവ്, ഒരു ഇനിക്വാലിറ്റിയുടെ രണ്ട് സൈഡും പോസിറ്റീവും രണ്ട് സൈഡും നെഗറ്റീവ് ആണെങ്കിൽ അവരുടെ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ അത് എന്തായി മാറും? അത് അതിൻ്റെ റിവേഴ്സായി മാറും. അതായത് 1/xനെ നമ്മൾ ഈ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ അത് x ആയി മാറും. അതുപോലെ ഒരു ഇന്നിക്വാലിറ്റിയുടെ രണ്ട് സൈഡ് പോസിറ്റീവോ നെഗറ്റീവോ ആകുവാണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇന്നിക്വാലിറ്റിയുടെ സൈൻ റിവേഴ്സ് ആകും. അതായത് LHS സൈഡിൽ നിന്ന് ഇത് RHS സൈഡിലേക്കായിരുന്നു എങ്കിൽ RHS സൈഡിലേക്ക് തുറന്നിരിക്കുന്നതായിരുന്നുവെങ്കിൽ അത് എന്തായിട്ട് മാറും? അത് LHS സൈഡിലേക്ക് തുറക്കുന്ന രീതിയിലേക്കാകും. നമുക്കിങ്ങനെയുള്ള ഇതൊക്കെ സിമ്പിളായിട്ടുള്ളതാണ്. ഇത് മെയിനായി ഫോക്കസ് ചെയ്യേണ്ടതല്ല. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ, ഒരു പ്രോബ്ലം എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളൊരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് ഇത് ബാക്കി രണ്ടെണ്ണം നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് ചെയ്യുന്നതിലൂടെ കൂടുതൽ പഠിക്കാം. സോ നമുക്ക് നേരെ പ്രോബ്ലംസിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ നമ്പേഴ്സിനെ കുറിച്ച് പരിചയപ്പെട്ടിരിക്കണം. നോക്കടാ, റിയൽ നമ്പേഴ്സിൽ എന്ത് വരും? ഈ ഓൾ സെറ്റ് ഓഫ് ബിലോ, അതായത് നാച്ചുറൽ നമ്പേഴ്സ് വരും, വോൾ നമ്പേഴ്സ് വരും, ഇൻറ്റിജേഴ്സ് വരും, റാഷണൽ വരും, ഇറാഷണൽ നമ്പർ വരും. ഇവരെല്ലാം കൂടെ ചേർന്ന് വരുന്ന നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് ആരൊക്കെയാടാ? 1, 2, 3, 4, 5 അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. വോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? 0 തൊട്ടായിരിക്കും. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അവിടെ 1 ആണെങ്കിൽ ഇവിടെ 0 തൊട്ട് തുടങ്ങുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോൾ നമ്പേഴ്സ്. ഇൻറ്റിജേഴ്സിൽ ആരൊക്കെ വരും? അതായത് ഒരു നമ്പർ ലൈനിലെ -ഇൻഫിനിറ്റിയും +ഇൻഫിനിറ്റിയും അതിൻ്റെ ഇടയിലുള്ള 0 ഉൾപ്പെടെ വരുന്ന നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റിജേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? റാഷണൽ നമ്പേഴ്സിൽ ഡിവൈഡഡ് ആയിട്ടുള്ള ഫ്രാക്ഷണൽ ടേംസ് മാത്രമേ വരുന്നുള്ളൂ. ഇറാഷണൽ ആകുമ്പോൾ റൂട്ട് അതുപോലെയുള്ള ടേംസും വരും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഓർത്തിരിക്കുക. നമുക്കിത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇത് ആവശ്യം വരും. സോ നോക്കാവേ. എന്താടാ സെറ്റ്? സെറ്റിൻ്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്. അതായത് ഒബ്ജക്റ്റ് ഓഫ് സെറ്റ് ആർ കോൾഡ് എലമെൻറ്റ്സ്, അതായത് ക്യാപിറ്റൽ ലെറ്റർ. അതായത് ഒരു വെൽ ഡിഫൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സിൻ്റെ വെൽ ഡിഫൈൻഡ് സെറ്റ്സിനെ വിളിക്കുന്ന പേരാണ്, ഒരു കളക്ഷനെ വിളിക്കുന്ന പേരാണ്. അതായത് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ AEIOU ഇല്ലേ, അതിനൊരു സെറ്റാക്കി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സെറ്റ് എഴുതുമ്പോൾ നമ്മൾ മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം, ആ സെറ്റിനെ ഒരു ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് വേണം റെപ്രസെൻ്റ് ചെയ്യാൻ. ഷുഡ് റെപ്രസെൻറ്റ് യൂസിങ് എ ക്യാപിറ്റൽ ലെറ്റർ. ഒരു ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് വേണം റെപ്രസെൻ്റ് ചെയ്യാൻ. അതായത് നോക്കണം, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വവ്വൽസിനെ ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. വവ്വൽസിനെ ഞാൻ ക്യാപിറ്റൽ V കൊടുത്തു, ഒരു = കൊടുത്തു. ഒരു സെറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കേർലി ബ്രാക്കറ്റ്സിന് ഇടയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആദ്യത്തേത് ഓപ്പൺ കേർലി ബ്രാക്കറ്റ്, രണ്ടാമത്തേത് ക്ലോസ് ചെയ്യാനൊരു കേർലി ബ്രാക്കറ്റ്. സോ നമ്മളൊരു കേർലി ബ്രാക്കറ്റ് ഇട്ട് ഒരു സെറ്റിനെ അങ്ങ് ഓപ്പൺ ചെയ്തു. ഇനി നിങ്ങൾക്ക് വവ്വൽസ് ആരൊക്കെയാണെന്ന് അറിയാമല്ലോടാ? AEIOU. ഞാൻ എന്താ ചെയ്ത്? എനിക്കറിയാവുന്ന വവ്വൽസിനെ ഞാനങ്ങ് എഴുതി. അവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓരോ കോമാസ് യൂസ് ചെയ്തു. സോ നമുക്കറിയാവുന്ന വവ്വൽസ് ഇത്രയല്ലേ ഉള്ളൂ, AEIOU. എനിക്കറിയാവുന്ന വവ്വൽസ് AEIOU ആണ്, അതും ഞാൻ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ സെറ്റിനെ ഒന്ന് ക്ലോസ് ചെയ്യണം. ഞാൻ ക്ലോസും ചെയ്തു. ഇനി നോക്കണം, ഒരു സെറ്റ് നമ്മൾ എഴുതുമ്പോൾ മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനൊരു ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യണം.
ഒരു = ഉണ്ടായിരിക്കണം, ഒരു ഓപ്പൺ കേളി ബ്രാക്കറ്റ് ഉണ്ടായിരിക്കണം, ഒരു ക്ലോസ്ഡ് കേളി ബ്രാക്കറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ അതിലെ എലമെൻസിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിരിക്കണം. സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ടേംസാണ് കോമാസ്. സോ ഞാൻ അതും ചെയ്തു. നോക്കടാ, ഈ എലമെൻറ്റ്സ്, അതായത് ഇതിലുള്ള ഈ ടേംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എലമെൻറ്റ്സ്. എ ഒരു എലമെൻ്റാണ്, ഇ ഒരു എലമെൻ്റാണ്, ഐ ഒരു എലമെൻ്റാണ്, ഒ ഒരു എലമെൻ്റാണ്, യു ഒരു എലമെൻ്റാണ്. എങ്ങനെയാണ് ഒരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, ഒരു = വേണം, ഒരു ഓപ്പൺ കേളി ബ്രാക്കറ്റ് വേണം, ഒരു ക്ലോസ്ഡ് കേളി ബ്രാക്കറ്റ് വേണം, ഉള്ളിൽ എലമെൻസിനെ റെപ്രസെൻ്റ് ചെയ്യണം, ആ എലമെൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ കോമാസ് വേണം. അപ്പോൾ നമ്മൾ സെറ്റ് എന്താണെന്ന് പഠിച്ചു. നോക്കിക്കടാ, ഒരു സെറ്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. നമ്മളൊരു ക്യാപിറ്റൽ, ഇതിൽ പറഞ്ഞ പോലെ ഒരു ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തു, നമ്മൾ കേളി ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തു. നമുക്ക് വേണ്ട എലമെൻസിനെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എഴുതി, അവരെ നമ്മൾ കോമാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഒരു സെറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. നോക്കടാ, ഇനി സെറ്റിന് ഇങ്ങനെ മാത്രമാണോ? നമ്മൾ ഇപ്പോൾ പഠിച്ച മെത്തേഡിൻ്റെ പേരാണ് ലിസ്റ്റിംഗ് മെത്തേഡ്. ഒരു മെത്തേഡ് കൂടിയുണ്ട്, ആ മെത്തേഡിൻ്റെ പേരാണ് സെറ്റ് ബിൽഡർ ഫോം. അതായത് 1 3 5 7 9 1 3 5 7 9 എടുക്കുന്നതിന് പകരം നമുക്ക് നോക്കാം. ഒരു സെറ്റ് എഴുതി നോക്കാം. നോക്കണം, ഇത് ഞാൻ ഈവൻ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ഈ ഈവൻ നമ്പേഴ്സിൻ്റെ സെറ്റ് ഞാൻ എങ്ങനെ സെറ്റ് ബിൽഡർ നൊട്ടേഷനിൽ ഞാൻ എഴുതും നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം ഒരു = റെപ്രസെൻ്റ് ചെയ്തു, എഴുതാൻ വേണ്ടി ഒരു ഓപ്പൺ കേളി ബ്രാക്കറ്റ് ഇട്ടു. ഞാനിവിടെ ഇവിടെ ഇ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ ഇ എന്നും കൊടുക്കാൻ കുഴപ്പമില്ല. ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇ മാറ്റിയിട്ട് എക്സ് എന്ന് തന്നെ കൊടുക്കുകയാണ്. ഞാനിവനെ എക്സ് എന്ന് തന്നെ വിളിക്കുവാണ്. സോ ഇവിടെ നമ്മൾ പറയുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ 2 4 6 8 എന്ന ടേമാണ്. ഇത് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? അതായത് നമുക്ക് എഴുതാം, നാച്ചുറൽ നമ്പേഴ്സിൽ ആരൊക്കെ വരുവാടാ? നാച്ചുറൽ നമ്പേഴ്സിൽ 1 2 3 4 5 ഈ 2 4 6 8 നാച്ചുറൽ നമ്പേഴ്സിലുള്ള ആൾക്കാരല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് നാച്ചുറൽ നമ്പേഴ്സിലുള്ളവരാണെന്ന് എഴുതാം. സോ XEN, അതായത് എക്സ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. 2 4 6 8 എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സിൽ വരുന്നവരാണ്. എക്സ് അതിലൊരു എലമെൻ്റ് ആണെന്ന് നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം എഴുതുവാണ്, എക്സ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഞാനതങ്ങ് എഴുതിയേ. ഞാനിപ്പോൾ എന്താ എഴുതിയത്? 2 4 6 8 എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സിനുള്ള ആളാണ്. അങ്ങനെ ഉള്ള എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സെറ്റിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിലുള്ളവരാണെന്ന് എഴുതി. ഇനി ഞാനൊരു കോളം വെച്ച് ഇവനെ സെപ്പറേറ്റ് ചെയ്യുവാണേ. ഒരു ലൈൻ വെച്ച് ഞാൻ അവനെ സെപ്പറേറ്റ് ചെയ്തു. ഇനി നോക്കണം, ഈ 2 4 6 8 ഈ 2 4 6 8 എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ ഇടയിലാണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ലോജിക്ക് വെച്ചാണ് എഴുതുന്നത്, നിങ്ങൾക്ക് ലോജിക്ക് മാറ്റിയും വേണം ചിന്തിക്കാം. ഇവിടെ നമ്മൾ നമ്പർ ലൈൻ എടുക്കുകയാണെങ്കിൽ 0ക്കും 9നും ഇടയിലുള്ളവരല്ലേ ഈ 2 4 6 8. അപ്പം ഞാനത് അങ്ങനെ തന്നെ എഴുതുവാണ്. അതായത് 2 4 6 8 എനിക്ക് എങ്ങനെ എഴുതാം? 0 <x <9. അതായത് എക്സ് എന്ന് പറഞ്ഞ ടേം, അതായത് നിങ്ങൾ ഈ സെറ്റിൽ റെപ്രസെൻ്റ് ചെയ്ത എക്സ് എന്ന് പറഞ്ഞ ടേം 0നേക്കാൾ വലുതും 9നേക്കാൾ ചെറുതുമാണെന്നാണ്. 0നേക്കാൾ വലുതല്ലേ 2 4 6 8 എന്നാൽ 9നേക്കാൾ ചെറുതുമല്ലേ. അപ്പോൾ ഞാനതും അങ്ങോട്ട് എഴുതി, 0 <x <9. ഇപ്പം എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? എക്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിലുള്ളവരാണ്, അവർ 9നേക്കാൾ ചെറുതും പക്ഷേ 0യേക്കാൾ വലുതുമായിട്ടുള്ള ടേംസാണ്. 2 4 6 8 നാച്ചുറൽ നമ്പേഴ്സിലുള്ളവരാണ്, അവർ 0ക്കും 9നും ഇടയിലുള്ളവരാണ്. ഓക്കെ, ഇനിയിപ്പോൾ 0ക്കും 9നും ഇടയിലുള്ള എല്ലാ ടേമും നമ്മളിവിടെ എക്സിൽ ആവശ്യമുണ്ടോ? അല്ല. നമുക്കപ്പോൾ എന്തുകൂടെ കൊടുക്കാം? ഈ 2 4 6 8 എന്ന് പറഞ്ഞ ടേംസിൻ്റെ പ്രത്യേകത എന്താ? അവർ ഈവൻ നമ്പേഴ്സാണ്. സോ നമുക്ക് എന്ത് കൊടുക്കാം? അപ്പോൾ നോക്കടാ മക്കളെ, നമുക്കിനി പ്രോബ്ലം സെക്ഷനിലേക്ക് ഒന്ന് കടന്നു നോക്കാം.
ദാ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. If replacement set is a set of natural numbers, find the solution set for 8 minus x less than or equal to 4x minus 2. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ട, ഇവിടെ പറഞ്ഞിരിക്കുന്നത് റീപ്ലേസ്മെൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റാണ്. ഇതിൽ നിന്ന് ഈ തന്നിരിക്കുന്ന ഇന്നിക്വാലിറ്റിയിൽ നിന്ന് നിങ്ങളൊരു സൊല്യൂഷൻ സെറ്റിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റീപ്ലേസ്മെൻറ്റ് സെറ്റിനെ അങ്ങ് എടുത്തെഴുതുക. ഇവിടെ റീപ്ലേസ്മെൻറ്റ് സെറ്റ് ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ ആ റീപ്ലേസ്മെൻറ്റ് സെറ്റിനെ ക്യാപിറ്റൽ R കൊണ്ട് റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ അവനെ അങ്ങ് എഴുതിയിട്ടാം. നോക്കടാ, ആരൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ്? ആരാ? 1, 2, 3, 4. അവനങ്ങ് പോയിക്കൊണ്ടിരിക്കും. പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ അവനങ്ങ് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ അവനെ ഡോട്ട് ഇട്ട് റെപ്രസെൻ്റ് ചെയ്തു. നോക്കണം, ഇനി ഈ ലീനിയർ ഇൻഇക്വാലിറ്റി ഇങ്ങോട്ടങ്ങ് എടുത്തെഴുതുക. 8 minus x less than or equal to 4x minus 2. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ പഠിച്ച റൂൾ വെച്ച് LHS കിടക്കുന്ന ടേംസിനെ RHSലേക്കും RHSൽ കിടക്കുന്ന ടേംസിനെ LHSലേക്കും കൊണ്ടുവരണം. അതെങ്ങനെ നോക്കിയാൽ കൊണ്ടുവരേണ്ടത്? ലൈക്ക് ടേംസ്, അതായത് ലൈക്ക് ടേംസ് ഒരേ സൈഡിൽ വരണം. ലൈക്ക് ടേംസ് ആരൊക്കെയാണ് ലൈക്ക് ടേംസ്? അതായത് വേരിയബിൾസ് ഒരു സൈഡിൽ, കോൺസ്റ്റൻ്റ് ഒരു സൈഡിൽ കൊണ്ടുവരണം. നോക്കൂ, ഇവിടെ ആരൊക്കെയാണ് വേരിയബിൾസ്? 4x വേരിയബിളാണ്, എക്സും വേരിയബിളാണ്. ഇവരെ രണ്ടുപേരും നമുക്കൊരു സൈഡിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആരൊക്കെയാണ്? -2 ഒരു കോൺസ്റ്റൻ്റ് ആണ്, 8 ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇവരെയും നമുക്ക് ഒരു സൈഡിൽ കൊണ്ടുവരണം. സോ നമുക്ക് ചെയ്യാം. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. ഈ -xനെ വേണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? -xനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ആരായി മാറും? +x ആയി മാറും. അതുപോലെ തന്നെ ഈ -2നെ എനിക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നൂടെ? അതായത് RHS സൈഡിലുള്ള -2നെ എനിക്ക് LHS സൈഡിലേക്ക് കൊണ്ടുവന്നൂടെ? അങ്ങനെ കൊണ്ടുവന്നാൽ അവൻ ആരാവും? +2 ആയി മാറും. -2ഉം 8ഉം ഈ സൈഡ് വരികയാണ്, അവിടെ രണ്ടും കോൺസ്റ്റൻറ്റ് മാത്രമാവും. അതുപോലെ തന്നെ 4xഉം എക്സും RHS സൈഡ് വരികയാണ്, അവൻ ആരായി മാറും? അവർ വേരിയബിൾസ് ഉള്ള സൈഡ് മാത്രമായി മാറും. സോ നമുക്ക് അങ്ങനെ ഒന്ന് എഴുതി നോക്കാം. 8 + 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4x. അവിടെ നേരത്തെ ആദ്യമുള്ള ആളാണ്. സോ ഞാൻ അവനെ ആദ്യം എഴുതി. എന്നിട്ട് നമ്മുടെ -xനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ മൈനസ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ആരായി മാറും? RHS സൈഡിലേക്ക് വരുമ്പോൾ +x ആയി മാറും. 4x + x എത്ര ആടാ? 4x + x 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5x എന്ന് വരും. ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ ഈ എക്സിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന 5നെ നമുക്ക് RHS സൈഡിൽ നിന്ന് LHS സൈഡിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ആരായി മാറും? ഡിവൈഡായി മാറും. സോ അതെങ്ങനെ വരും? 10 / 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. 5 2s are 10. വെട്ടിപ്പോകുമ്പോൾ എന്ത് വരും? എക്സിൻ്റെ നേരെ തന്നെ വാതുറന്നിരിക്കട്ടെ, 2 എന്ന് കിട്ടും. ഇവിടെ എന്താ പറയുന്നത്? എക്സ് എന്ന് പറഞ്ഞാൽ 2ഉം വരാം, 2നേക്കാൾ വലിയ ടേമും വരാം. 2-2 വലിയ ടേംസ് ആരൊക്കെയാണ്? 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. അത് ആരൊക്കെ വരുവിടാം? ആരൊക്കെ വരുവിടാ? അതിൽ നമുക്ക് എങ്ങനെ എഴുതാം? സൊല്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ 2, 3, 4 അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ സെറ്റ്. നമ്മളോട് എന്താ പറഞ്ഞത്? നമ്മളോട് പറഞ്ഞത് ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് സെറ്റാണ്. അപ്പോൾ ഞാൻ ആ റീപ്ലേസ്മെൻറ്റ് സെറ്റിനെ ആദ്യം എഴുതി, ആ ഇൻഇക്വാലിറ്റി എടുത്തെഴുതി, എന്നിട്ട് ലൈക്ക് ടേംസിനെ ഒരേ സൈഡിലാക്കി, എന്നിട്ട് എന്ത് ചെയ്തു? എക്സിനെ സോൾവ് ചെയ്തു നമ്മൾ റീപ്ലേസ്മെൻറ്റ് സെറ്റുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ എന്താവുന്നത്?
രണ്ടിനേക്കാൾ വലിയ ടേംസും ഒക്കെയാണ് ഇതിൽ വരുന്നത്. രണ്ടിനേക്കാൾ വലിയ ടേംസ് ആരൊക്കെയാ? 3, 4, 5, 6 അങ്ങനെ പോസ്റ്റ് ഇൻഫിനിറ്റി വരെ പോയിക്കൊണ്ടിരിക്കും. ഞാനതങ്ങ് എടുത്തെഴുതി. അപ്പോൾ ഓക്കെ അല്ലേ? ഈ പഠിപ്പിച്ചതിൽ വലിയ ഡൗട്ടുണ്ടോ? അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ മെയിൻ ഉദ്ദേശം നിങ്ങളെ ഇതുപോലെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇൻട്രൊഡക്ഷനാണ് ഇന്നത്തെ മെയിൻ ഒരു നമ്മുടെ മോട്ടീവ്. നോക്കാം, അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ റീപ്ലേസ്മെൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെയല്ല, ഇവിടെ വോൾ നമ്പേഴ്സാണ്. അതുപോലെ തന്നെ ഒരു സൊല്യൂഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കണം, ആരൊക്കെയാണ് വോൾ നമ്പേഴ്സ്? ആരൊക്കെയാണ് വോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 തൊട്ട് വരുന്നവരാ. 0, 1, 2, 3 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ഞാനവിടെ ആരായിട്ട് എഴുതി? റീപ്ലേസ്മെൻറ്റ് സെറ്റ് വോൾ നമ്പേഴ്സ് ആയതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് എടുത്തെഴുതി. W=2 എന്ന് പറഞ്ഞ് ക്യാപിറ്റൽ W കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്ത് ഞാൻ അവനെ അങ്ങ് എടുത്തെഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഈ ഇന്നിക്വാലിറ്റി ഇങ്ങോട്ട് എടുത്തെഴുതാം. ഇന്നിക്വാലിറ്റി എടുത്തെഴുതുമ്പോൾ എന്തായി മാറുവാൻ? 4x - 2 < 2x + 10. ഞാൻ അവനെ അങ്ങ് എടുത്തെഴുതി. നോക്കടാ, ഇനി എന്താ ചെയ്യേണ്ട? ലൈക്ക് ടേംസിനെ ഒരേ സൈഡിലേക്ക് ആക്കുക. ലൈക്ക് ടേംസ് ആരൊക്കെയാണ്? 4x ഒരു വേരിയബിളാണ്, 2x ഒരു വേരിയബിളാണ്. ഇവർ രണ്ടുപേരും ഒരു സൈഡിൽ വരണം. 2 ഒരു കോൺസ്റ്റൻ്റ് ആണ്, 10 ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇവർ രണ്ടും ഒരു സൈഡിൽ വരണം. ഞാനപ്പോൾ എന്ത് ചെയ്തു? 2xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. +2x ആരായി മാറും? -2x. ഈ -2നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആരായി മാറും? -2 + 2 ആയി മാറും. അപ്പോൾ എന്ത് പറ്റും? നോക്കടാ, 4x - 2x സിമ്പിൾ ഞാൻ അതുപോലെ തന്നെ എഴുതി. ഇവിടെ 10 ആണ് നേരത്തെ കിടന്നിരുന്നത്, അതുകൊണ്ട് ഞാൻ അവനെ ആദ്യം എഴുതി. ഇനി -2 ആരായി മാറും? +2 ആയി മാറും. ചെയ്തൊന്നുകൂടി നോക്ക്. 4x അവിടെ ഉള്ളവനാണ്, അതുകൊണ്ട് ഞാൻ അവൻ ആദ്യം എഴുതി. -2x RH സൈഡിൽ നിന്ന് LH സൈഡിലേക്ക് വരുമ്പോൾ +2x ആരായി മാറും? -2x. അതുപോലെ തന്നെ 10 അവിടെ നേരത്തെ ഉണ്ടായിരുന്നവനാണ്, അതുകൊണ്ട് ഞാൻ അവനെ ആദ്യം എഴുതി. -2നെ LH സൈഡിൽ നിന്ന് RH സൈഡിലേക്ക് വരുമ്പോൾ അവൻ ആരായി മാറും? +2 ആയി മാറും. നോക്കടാ, ഇനി നമുക്ക് ചെയ്ത് നോക്കാം. 4x - 2x എത്രയാണ്? 2x തന്നെ. <10 + 2 12. ഇനി എങ്ങനെ നമ്മൾ എക്സിൻ്റെ ടൈമിനെ കണ്ടുപിടിക്കും? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ ആരായി മാറും? ഡിവിഷനായി മാറും. x <12 2 6 or 10. 6നേക്കാൾ ചെറിയ വോൾ നമ്പേഴ്സാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? 6നേക്കാൾ ചെറിയ വോൾ നമ്പേഴ്സാണ് നമ്മുടെ സൊല്യൂഷൻ സെറ്റ്. ഈ വോൾ നമ്പേഴ്സിൻ്റെ സെറ്റ് നോക്കി 6നേക്കാൾ ചെറിയ ആരുണ്ടോ? 0, 1, 2, 3, 4, 5. ഓക്കെ അല്ലേ? 0, 1, 2, 3, 4, 5. 6 വരുമോ? 6 വരത്തില്ല. കാരണം എന്താ? ഇവിടെ ഒരു ഈക്വൽ ടു കൂടെ ഉണ്ടായിരുന്ന 6 വന്നേനെ, പക്ഷേ ഇവിടെ 6 ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? സൊല്യൂഷൻ സെറ്റിനെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് അങ്ങ് ഡിനോട്ട് ചെയ്തു. എന്നിട്ടൊരു ഓപ്പൺ കേർലി ബ്രാക്കറ്റ് ഇട്ടു. എന്നിട്ട് നമ്മൾ വോൾ നമ്പറിൻ്റെ ആ റീപ്ലേസ്മെൻറ്റ് സെറ്റ് നോക്കി 0, 1, 2, 3, 4, 5 അങ്ങ് ക്ലോസ് ചെയ്തു. എന്താ ഞാൻ ചെയ്തത്? വോൾ നമ്പേഴ്സിൻ്റെ സെറ്റിനെ ഞാൻ ആദ്യം എടുത്തെഴുതി. ഈ ഇന്നിക്വാലിറ്റി ഇങ്ങോട്ട് എടുത്തെഴുതി. അതിൻ്റെ ലൈക്ക് ടേംസിനെ ഒരേ സൈഡിലാക്കി എക്സിനെ സോൾവ് ചെയ്തപ്പോൾ എനിക്ക് 6 എന്ന് കിട്ടി. ആ 6നെ ഞാൻ വോൾ നമ്പേഴ്സിൽ നോക്കി. വോൾ നമ്പേഴ്സിൽ നോക്കുമ്പോൾ ആരൊക്കെ വരും? 0 വരും, 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരും. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ സോൾവായി. നോക്കടാ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാടാ. അതായത് ഇവിടെ പറയുന്നത് ഒരു വ്യത്യസ്ത രീതിയിലാണ്. ഇഫ് ദ റീപ്ലേസ്മെൻറ്റ് സെറ്റ് ഈസ് സെറ്റ് ടു ബി സെറ്റ് ഓഫ് ഇൻറ്റിജർ ബിറ്റ്വീൻ -6 and -8, ഫൈൻഡ് ദ സൊല്യൂഷൻ സെറ്റ് ഫോർ 15 - 3x ഗ്രേറ്റർ ദാൻ x - 3. ഇപ്പം നമ്മൾ എങ്ങനെ എഴുതും നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻറ്റിജർ -6നും 8നും ഇടയിലാണ്. -6നും 8നും ഇടയിലുള്ള ഇൻറ്റിജേഴ്സ് ആരൊക്കെയാണ്? അപ്പോൾ നമുക്ക് റീപ്ലേസ്മെൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞ് ക്യാപിറ്റൽ R കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. -6നും 8നും ഇടയിലുള്ള ഇൻറ്റിജേഴ്സ് ആരൊക്കെയാണ്? -5, -4, -3, -2, -1, 0, 1, 2,
3 4 5 6 7 ഇതൊക്കെ അല്ലേടാ, ഇതൊക്കെ അല്ലേ? ഒന്നുകൂടെ നോക്കിയേ ഇവന്മാരല്ലേ? നോക്കിക്കേടാ, ഒന്നുകൂടെ നോക്കിയേ ആരൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ. ഇവർ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ അവന്മാരൊന്ന് മേളിലേക്ക് കയറ്റി എഴുതുവാണ്. നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ട്, പറയണം. നോക്കടാ, എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? റീപ്ലേസ്മെൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ -6 നും 8 നും ഇടയുള്ള ഇൻറ്റിജേഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. -6 നും 8 നും ഇടയുള്ള ഇൻറ്റിജേഴ്സ് ആയിരിക്കാം -5. അതായത് ഒരു നമ്പർ ലൈൻ നോക്കുവാണെങ്കിൽ ഇവിടെ -6 ആണ്, ഇവിടെ 8 ആണ്. അപ്പോൾ -6-നിടെ -5 വരും, -4 വരും. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും, 0 വരെ പോകും. എന്നിട്ട് ഇവിടെ 1 വരും, 2 വരും, 7 വരെ വരും. അപ്പോൾ നോക്കട്ടെ, ഈ 8-നും അതുപോലെ തന്നെ ഈ -6 നും ഇടയിലുള്ള ആരൊക്കെയാണ് വരിക? -5 തൊട്ട് ഇവിടെയുള്ള പോസിറ്റീവ് സൈഡിലുള്ള 8-ന് ഇടയിലുള്ള ഈ ടേംസ് അല്ലേടാ വരുന്നത്. ഞാൻ അവന് റീപ്ലേസ്മെൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ എടുത്തെഴുതി. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈ ലീനിയർ ഇൻഇക്വാലിറ്റി ഞാൻ താഴേക്ക് എടുത്തെഴുതുകയാണ്. ഞാൻ അവനെ ഒന്ന് എടുത്തെഴുതുകയാണ്. നോക്കടാ, 15 - 3x > x - 3. ഓക്കേടാ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ടേംസിനെ ഒരേ സൈഡിൽ എഴുതുക. ഈ ലൈക്ക് ടേംസിനെ ഒരേ സൈഡിൽ എഴുതുക. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ 3xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഈ -3യെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി മാറും? 15 + 3 ആയി മാറും. സൈൻ അതുപോലെ തന്നെ എടുക്കട്ടെ. x + 3x 18 4x 18 / 4x എന്ന് വരും. എന്താ ചെയ്ത്? ഞാൻ ഇവിടെയുള്ള 4നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 4നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ എന്താ ചെയ്ത്? ഇത് തമ്മിൽ ഒരേ സൈഡിലാക്കി ഞാൻ ആഡ് ചെയ്തു, ഇവനെ ആഡ് ചെയ്തു. എക്സിൻ്റെ കൂടെയുള്ള ഈ ടേമിനെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി മാറും? മാറൂടാ? അപ്പോൾ 8. അപ്പോൾ നോക്കടാ, നോക്ക്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് കിടക്കുന്നത്? 18 / 4. 18 / 4 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? 18 / 4 എന്ന് പറഞ്ഞാൽ 4.5 അല്ലേടാ. അപ്പോൾ ഞാൻ എക്സിനെ അതേപോലെ തന്നെ എഴുതി, എക്സിൻ്റെ നേരെ വാല്യൂ എന്ന രീതിയിൽ എഴുതി. 18 / 4 എന്ന് പറഞ്ഞാൽ 4.5. 4.5 നോക്കണം. നിങ്ങളുടെ റീപ്ലേസ്മെൻറ്റ് സെറ്റ് നോക്കണം. റീപ്ലേസ്മെൻറ്റ് സെറ്റിൽ 4.5 എവിടെ ആയിട്ടായിരിക്കും വരുന്നത്? 4-നും 5-നും ഇടയിലായിരിക്കും 4.5 വരിക. നമ്മുടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന എക്സ് എന്ന് പറഞ്ഞാൽ 4.5-നേക്കാൾ ചെറുതാണ്. 4.5-നേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ 4 വരും, 3 വരും, 2 വരും, 1 വരും, -5 വരെ വരും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ സെറ്റ് എങ്ങനെ വരും? സൊല്യൂഷൻ സെറ്റ് ബിക്കം -5 -4 -3 -2 -1 0 1 2 3 4 വരെ വരും. ക്ലോസ് ചെയ്തു. നോക്കിയടാ, നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ചെയ്തത് ഈ റീപ്ലേസ്മെൻറ്റ് സെറ്റിനെ എടുത്തെഴുതി, ഈ ഇന്നിക്വാലിറ്റി സോൾവ് ചെയ്തു. ഇന്നിക്വാലിറ്റി സോൾവ് ചെയ്തതിന് ശേഷം എന്ത് പറ്റി? ഇന്നിക്വാലിറ്റി സോൾവ് ചെയ്തു, നമുക്ക് 4.5 കിട്ടി. 4.5 നമ്മൾ ഈ റീപ്ലേസ്മെൻറ്റ് സെറ്റിൽ പോയി നോക്കി, അതിനെ നമ്മൾ എടുത്തെഴുതി. ഇന്ന് നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തോടാ? ഇന്ന് നമ്മൾ ടോട്ടൽ 3 ക്വസ്റ്റ്യൻസും ചെയ്തു. നമ്മൾ എന്തൊക്കെയാണ് നോക്ക്, നമ്മൾ എന്താണ് ഒരു ഇക്വേഷൻ എന്ന് പഠിച്ചു. അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഒരു ലീനിയർ ഇക്വേഷനെ കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. ലീനിയർ ഇക്വേഷനിലുള്ള ഭാഗങ്ങൾ ആരൊക്കെയാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ലീനിയർ ഇക്വേഷനും ലീനിയർ ഇൻഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ സിമ്പിൾസിനെ നമ്മൾ പരിചയപ്പെട്ടു, നമ്മൾ റൂൾസിനെ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ നമ്മൾ നമ്പേഴ്സിനെ പരിചയപ്പെട്ടു. സെറ്റ് എന്താണെന്ന് പഠിച്ചു. നമ്മൾ പിന്നെ സെറ്റ് 2 രീതിയിൽ എഴുതാമെന്ന് പഠിച്ചു. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാമെന്നും പറഞ്ഞു, നൊട്ടേഷൻ ഫോമിൽ എഴുതാമെന്നും പഠിച്ചു.